പാലക്കാട് വാടാനംകുരിശി റെയിൽവേ മേൽപ്പാല നിർമ്മാണം വേഗത്തിൽ പുരോഗമിക്കുന്നു. സ്പാനുകൾക്ക് മുകളിൽ കോൺക്രീറ്റിംഗ് ആരംഭിച്ചു. 34 കോടി രൂപ ചിലവഴിച്ചാണ് പാലത്തിന്റെ നിർമ്മാണം. ഇതോടൊപ്പം റെയിൽവേയുടെ ഭാഗത്തുള്ള പ്രവർത്തികളും നടക്കുന്നുണ്ട്. കിഫ്ബി വഴി 34 കോടി രൂപ ചിലവഴിച്ചാണ് വാടാനംകുരിശി റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മിക്കുന്നത്. തൂണുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി 1 വർഷം മുൻപ് പൂർത്തിയായിരുന്നു. പിന്നീട് പ്രവൃത്തി ഭാഗികമായി നിലച്ചു. റെയിൽവേയുടെ ഭാഗത്തെ സ്പാൻ നിർമ്മിക്കേണ്ടത് റെയിൽവേയാണ്. ഇതിനുള്ള പണം റെയിൽവേക്ക് നൽകിയിട്ടുമുണ്ട്. എന്നാൽ റെയിൽവേയുടെ നടപടികളും വൈകി. കഴിഞ്ഞ ദിവസം മുതലാണ് പ്രവർത്തികൾ പുനരാരംഭിച്ചത്. നിലവിൽ സ്പാനുകൾക്ക് മുകളിൽ കോൺക്രീറ്റിംഗ് പുരോഗമിക്കുകയാണ്. RBDCക്കാണ് നിർമ്മാണ ചുമതല. 680 മീറ്റർ നീളത്തിലും 10.5 മീറ്റർ വീതിയിലും നിർമ്മിക്കുന്ന പാലത്തിൽ നടപ്പാതയും ഒരുക്കുന്നുണ്ട്. 13 തൂണുകളാണ് ഉള്ളത്. അപ്രോച്ച് റോഡിന്റെ പ്രവൃത്തിയും നടക്കുന്നുണ്ട്. റോഡ് സൈഡിൽ കോൺക്രീറ്റ് ഭിത്തി നിർമ്മിക്കുന്ന പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. റെയിൽവേയുടെ മേൽനോട്ടത്തിൽ പില്ലറുകളുടെയും സ്പാനിന്റെയും നിർമ്മാണം നടക്കുന്നുണ്ട്. പട്ടാമ്പി മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് വാടാനംകുരിശി മേൽപ്പാലം. അതിന്റെ നിർമ്മാണം വളരെ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോൺക്രീറ്റിംഗ് പ്രവർത്തനങ്ങൾ അടക്കമുള്ളത് നടക്കുന്നുണ്ട്. മുകളിൽ അനുബന്ധമായിട്ടുള്ള മറ്റെല്ലാ പ്രവർത്തനങ്ങളും നടക്കുകയാണ്. റെയിൽവേയുടെ ഭാഗത്തുള്ള തൂണുകൾ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ മാത്രമാണ് നിർമ്മാണം ഇപ്പോൾ കുറച്ച് വേഗത കുറഞ്ഞ് നടക്കുന്നത്. അത് വളരെ വേഗത്തിലാക്കാൻ വേണ്ടി റെയിൽവേയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ഭാഗം മാത്രം റെയിൽവേയാണ് ചെയ്യുന്നത്. ബാക്കി മുഴുവൻ ഇപ്പോൾ നേരിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടക്കുകയാണ്. ഇതിന് മുഴുവൻ ഫണ്ടും കിഫ്ബി വഴിയാണ് അനുവദിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ മുഴുവൻ ഫണ്ടും അനുവദിച്ചുകൊണ്ട് നിർമ്മാണം നടക്കുന്ന പാലമാണ്. അത് വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതോടൊപ്പം തന്നെ പട്ടാമ്പി കൊളപ്പുള്ളി റോഡ് കൂടി യാഥാർത്ഥ്യമാകുമ്പോൾ പാലക്കാട് പൊന്നാനി റൂട്ട് അതല്ലെങ്കിൽ തൃശ്ശൂർ പെരിന്തൽമണ്ണ റൂട്ടൊക്കെ ആയിട്ട് പ്രധാനപ്പെട്ട റോഡായി പാലക്കാട് ഗുരുവായൂർ റോഡൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ട് ഈ ഭാഗം മാറും. ഗതാഗതത്തിന് കൂടുതൽ വേഗതയും സൗകര്യവും കൈവരും എന്നതിൽ സംശയമില്ല. 3 വർഷം മുൻപാണ് പാലം നിർമ്മാണം ആരംഭിച്ചത്. 1 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്നായിരുന്നു വാഗ്ദാനം. 2023 ഡിസംബറിൽ പാലം ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും പല കാരണങ്ങളാൽ വൈകി. നിലവിൽ പ്രവൃത്തികൾ വേഗത്തിൽ പുരോഗമിക്കുന്നതിനാൽ ഉടൻ ഉദ്ഘാടനം ചെയ്യപ്പെടുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.